IMT-യേക്കാളും AMT-യേക്കാളും ബെറ്റർ മാനുവൽ ആണ് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ചവിട്ടി ഒരു ഷിഫ്റ്റ് ചെയ്തു, ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്തു, റൈവ് മാച്ച് ചെയ്തു. ഈ ഫണ്ടൊന്നും ഒരു ഓട്ടോമാറ്റിക്കും ഇല്ല. അത് വേറെ കാര്യം. അമേരിക്കയും കാനഡയും പോലെയല്ല ഇന്ത്യ. ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കുകളേക്കാൾ മാനുവലിനാണ് കുറച്ച് മുൻതൂക്കം. ഇവിടെ വിറ്റുപോകുന്ന വണ്ടികളിൽ കൂടുതൽ നമ്പേഴ്സ് മാനുവലാണ്. പക്ഷേ ഈയിടെയായിട്ട് ഓട്ടോമാറ്റിക് മാനുവലിനോട് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, താങ്ക്സ് ടു AMT ആൻഡ് കിയയുടെ IMT. അപ്പോൾ ഇത് കിയ സോണറ്റിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 1.2 HTK+ ആണ്. 9,89,000 രൂപ എക്സ്ഷോറൂം പ്രൈസിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഒരു വൈപ്പർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പോയിൻ്റ് അതല്ല. കുറച്ച് കാലം ഡീസലിൽ ഇവർ IMT മാത്രമായിട്ട് നിർത്തിനായിരുന്നു. ഓട്ടോമാറ്റിക്കും IMT-യും, ചെറിയ വേരിയൻ്റുള്ള IMT-യും കൂടിയ വേരിയൻ്റുള്ള ഓട്ടോമാറ്റിക്കും. മാനുവൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കിയയ്ക്ക് ബോധോദയം വന്നിട്ട് മാനുവൽ തിരിച്ചു കൊണ്ടുവന്നു. ശരിക്കും മാനുവലിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എന്താണ് മാനുവലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ HTK+ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിന് ശരിക്കും ഒരു റിലവൻസ് ഉള്ളത് 10 ലക്ഷത്തിൽ താഴെ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്നുള്ളതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, വയർലെസ് ആൻഡ്രോയിഡ് പോലുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് റോട്ടിലേക്ക് എടുത്തിട്ട് വണ്ടി ഓടിക്കാം. ഓടിക്കുമ്പോൾ മാനുവലിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാം. വരും. AMT എന്നാൽ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് ലളിതമായിട്ടുള്ള ഓട്ടോമാറ്റിക്. IMT എന്നാൽ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. എനിക്ക് തോന്നുന്നു IMT ഇന്ത്യയിൽ കിയയുടെയും അല്ലെങ്കിൽ ആ ഒരു ഹ്യുണ്ടായുടെയും കാര്യമായിട്ട് കാണാം. ഈ HTK+ൽ ഇവിടെ റൂഫ് റെയിലുണ്ട്. ഇത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അത് എക്സ്ട്രാ ഫിറ്റിങ്ങാണ്. പക്ഷേ ഈ വീൽ നോക്കിയേ, ഇത് അലോയ് പോലെ തോന്നുമല്ലോ, പക്ഷേ അലോയ് അല്ല. സോണറ്റിൻ്റെ പിന്നിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തൊരു മോഡൽ കൂടിയാണ് ഈ ഒരു പെട്രോൾ മോഡൽ എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ മുന്നിൽ ഡിസ്ക്കാണ്, ബാക്കിൽ ഡിസ്ക് അല്ല. കൂടിയ മോഡലുകളിൽ 4 വീലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. വിൻഡോ കർട്ടൻ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അകത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഇത്തിരി കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ കിയ സോണറ്റിൻ്റെ ഈ ഒരു HTK+ മോഡലിൽ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു വലിയ പാനൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പാനൽ അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ട് തന്നെ അതിനകത്തുള്ള ആ ഒരു TFT ക്ലസ്റ്ററും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ടോപ്പ് എൻഡ് മോഡലുമായിട്ട് സാമ്യതകളുണ്ട്. പിന്നെ ഈ ഒരു ഫാബ്രിക് സീറ്റിൽ ഇരിക്കാനും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നിൽ വൈപ്പർ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഡീഫോഗർ ഉണ്ട്. ശരിക്കും കിയ സോണറ്റിന് എത്ര വേരിയൻ്റ് ഉണ്ട്? 19 എണ്ണം ഉണ്ട്. ആ 19 എണ്ണത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വാല്യൂ ഫോർ മണി എന്നും ഫീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള വണ്ടിയെന്നും പറയാവുന്ന ഒരു വേരിയൻ്റാണ് HTK+ എന്നുള്ളതാണ്. ഈ ഒരു മോഡലിനും സ്മാർട്ട് കീ ആണ്, റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. അതിലൊന്നും ഒരു കോസ്റ്റ് കട്ടിങ്ങും ഇല്ല കേട്ടോ, സെയിം കീ തന്നെയാണ്. ഈ കിയ സോണറ്റ് എന്ന് പറയുന്നത് 1.2 പെട്രോൾ ആണ്, 4 സിലിണ്ടർ. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. ഓടിക്കാൻ ഈ പറഞ്ഞ മാതിരി ഓക്കെ കാര്യങ്ങൾ നടക്കുന്നൊരു വണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു കൗതുകം ഉണ്ടായി. കൗതുകം എന്ന് പറയുമ്പോൾ ശരിക്കും ഇഞ്ചോൺ കിയ തങ്ങളുടെ 25,000ാമത്തെ വണ്ടി വിറ്റു. ആ വണ്ടി എന്ന് പറയുന്നത് കിയ സോണറ്റിൻ്റെ 1.2 പെട്രോൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രൊപ്പോസലുള്ളൊരു വണ്ടി എന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് വണ്ടിയെക്കുറിച്ചല്ല പറയേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കേണ്ടതുണ്ട്. ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. മാനുവൽ ബേബി. ഇത് കിയ സോണറ്റിൻ്റെ 1.2 ലിറ്റർ മാനുവലാണ് HTK+. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് പോകാം. ഈ വണ്ടി എന്ന് പറയുന്നത് 82 HP 115 Nm 1.2 ലിറ്റർ 4 സിലിണ്ടറാണ്. അപ്പോൾ ഇതിൻ്റെ NVH നല്ലതാണ്, ഇതിൽ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ എന്തൂസിയാസ്റ്റിക് അല്ല, അത്ര വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയൊന്നുമല്ല. അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. ഒന്ന് ചവിട്ടി പിടിച്ച് ഓടിച്ചിട്ടും എനിക്ക് 13-14 കാണിക്കുന്നുണ്ട് മൈലേജ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മര്യാദയ്ക്ക് ഓടിച്ചാൽ അത്യാവശ്യം നല്ല ഒരു എഫിഷ്യൻസി കിട്ടുന്ന വണ്ടിയാണ്. പക്ഷെ പോയിന്റ് അതല്ല, മാനുവൽ ആണോ ബെറ്റർ? അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താ അങ്ങനെയാണ്, ഈ മാനുവലാണോ ബെറ്റർ ഇപ്പോൾ ചോദിക്കാൻ കാരണം. അതിന് കാരണം എന്ന് പറയുന്നത് AMT എങ്ങനെ ഓടിക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ഇഗ്നീസ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ആയിപ്പെട്ടുണ്ട്, നോക്കിക്കോ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ IMT ഓടിച്ചു, അതുപോലെ മറ്റുള്ള വണ്ടികളൊക്കെ ഓടിക്കാറുണ്ട്. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വിളിച്ചിട്ട്, ഞാൻ എടുക്കുന്ന വണ്ടി ഏതാണ് നല്ലത്, എനിക്ക് IMT വേണോ AMT വേണോ അതോ മാനുവലും അതിനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴുമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം കൊടുക്കണം എന്നുള്ളൊരു പോയിന്റ് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയുടെ ആ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി കിയയുടെ സോണറ്റ് എടുത്തപ്പോൾ ഞാൻ ഈ 1.2 തന്നെ എടുക്കാൻ ഉള്ള കാരണം കൂടി ഈ ഒരു വീഡിയോയിലുണ്ട്, അതുകൂടി പറയാം. ഇപ്പം മാനുവൽ ആണോ ബെറ്റർ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാം അല്ല, ഓട്ടോമാറ്റിക് എന്താ കുഴപ്പം എന്ന് ചോദിക്കും. കാരണം എനിക്ക് സേവ് മാനുവൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളെന്നല്ല ഞാൻ. എന്ന് വെച്ചാൽ സേവ് മാനുവൽ എന്ന്
അല്ലെങ്കിൽ മാനുവൽ മാത്രം മതി എന്നുള്ള മൈൻഡൊന്നും എനിക്കില്ല. കാരണം മാനുവൽ ഒരു ഓപ്ഷനായിട്ട് കിട്ടിയാൽ മതി. മാനുവൽ ഇല്ലാണ്ടാവുന്ന ഇഷ്ടമില്ല, പക്ഷേ മാനുവലാണ് അൾട്ടിമേറ്റ് ഒന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം ലോങ് ഡ്രൈവ് ഓടിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുന്ന ആളെന്ന നിലയ്ക്ക് നമുക്കെപ്പോഴും എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക്കുകൾ ഇഷ്ടമാണ്. പഴയ കാലത്തെ ഓട്ടോമാറ്റിക്കുകളെ പോലെയല്ല ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക്കുകൾ, അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. അതുപോലെ ആ ഒരു ഓട്ടോമാറ്റിക് ഓടിക്കാൻ രസമുണ്ട്. പാഡ് ഷിഫ്റ്ററൊക്കെ വന്നിട്ട് ഫണ്ണും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക്കുകളുമായിട്ട് കമ്പാരിസൺ അല്ല ഈ ഒരു വീഡിയോ എന്നുള്ളതാണ്. ഇത് IMT AMT മാനുവൽ, അതിൽ മാനുവലാണോ ബെറ്റർ എന്നുള്ളതാണ് ഉത്തരം. ഞാൻ വഴിയെ പറയാം. ഇനി ഓട്ടോമാറ്റിക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു വീഡിയോ ഓൾ ടൂറിൽ വേറെ ചെയ്യാം. അതിനുവേണ്ടി വേറൊരു വണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. IMTയേക്കാളും AMTയേക്കാളും ബെറ്റർ മാനുവലാണ് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. എന്താണ് IMT അല്ലെങ്കിൽ എന്താണ് AMT? ഇതാണ് ആദ്യം പറയേണ്ട കാര്യം. ചെറിയൊരു ബ്രീഫ് എന്ന നിലയ്ക്ക് AMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് AMT. ടെക്നിക്കലി പറഞ്ഞാൽ നമ്മൾ അകത്തിരുന്ന് ചവിട്ടുന്ന ക്ലച്ചും ഗിയർ ഷിഫ്റ്റിങ്ങും ബോണറ്റിനകത്തേക്ക് മാറുന്നു. നമുക്ക് പകരം അത് ഇലക്ട്രിക് ആക്ച്വേറ്റേഴ്സോ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സോ ചെയ്യുന്നു എന്നാണ്. ഇത്രേ ഉള്ളൂ കാര്യം, സിമ്പിളാണ്. ഇനി IMT ആകുമ്പോഴോ, IMT ആകുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നു. പക്ഷേ ഗിയർ ലിവർ അകത്ത് തന്നെ ഇരിക്കും. അതായത് ഗിയർ നമ്മൾ മാറണം, പക്ഷേ ക്ലച്ച് ആ ഒരു ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഹൈഡ്രോളിക്കോ ആയിട്ടുള്ള ആക്ച്വേറ്റർ ചവിട്ടിക്കോളും. ചവിട്ടുക എന്ന് പറയുമ്പോൾ എൻഗേജ് ചെയ്തോളും. അപ്പോൾ ഇതാണ് IMT AMT. ഈ AMTയും IMTയുടെയും പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ലാഗ്. ഇപ്പോൾ IMTക്ക് ലാഗ് ഉണ്ടോ വെച്ചില്ല, കാരണം നമ്മളാ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ കൺട്രോൾ കുറയും. AMTക്ക് നമുക്ക് ആ ഒരു ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്യും, ആ ഒരു ഷിഫ്റ്റിംഗ് പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി മാനുവലിലേക്ക് വന്നാൽ ആദ്യ കാര്യം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനുള്ള ഫണ്ണാണ്. മാനുവൽ ഈസ് ഫൺ എന്നുള്ളത് നിസ്സംശയം പറയാം. അതിന് കാരണമായിട്ടാണ് സോണറ്റിന്റെ ഈ ഒരു മോഡൽ ഞാൻ എടുക്കാൻ കാരണം. അതായത് പവർ കുറഞ്ഞ മോഡലാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ AMT അല്ലെങ്കിൽ IMT ഒക്കെ ഓടിക്കുന്നതിനേക്കാൾ ഫൺ ഫാക്ടർ എടുത്തിട്ടില്ലെങ്കിൽ ഫണ്ണ് കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം ചുമ്മാ നമുക്ക് മെല്ലെ പോകുമ്പോൾ മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ഗിയറിന്ന് ചെറിയ ഗിയറിലേക്ക് മാറി കാല് കൊടുത്ത് റെഡ് RPM വരെയൊക്കെ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഉള്ളു. അത്രയും രസകരമായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. പോയിന്റ് ഇത്രേ ഉള്ളൂ, വണ്ടി പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോളിലായിരിക്കും. ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മളാണ്, ക്ലച്ച് നമ്മുടെ കയ്യിലാണ്. ഇപ്പോൾ വീൽ സ്പിൻ ചെയ്യാൻ വേണ്ടി ക്ലച്ച് താങ്ങിയെടുത്ത് ഓടിച്ചാലും ആ ഒരു സൗണ്ടിനൊക്കെ ഓടിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു കാര്യമുണ്ട്. അതായത് ഫുൾ കൺട്രോൾ എന്നത് ഡ്രൈവറുടെ കയ്യിലാണ് എന്നാണ് മാനുവലിൻ്റെ ആദ്യത്തെ പോസിറ്റീവ്. ഇനി രണ്ടാമത്തെ പോസിറ്റീവ് ഒരു ഇത്തിരി കോൺട്രവേഴ്ഷ്യലാണ്. കാരണം എഫിഷ്യൻസി ആണത്. അപ്പോൾ എഫിഷ്യൻസി ഇപ്പോൾ IMT വന്നപ്പോൾ അല്ലെങ്കിൽ AMT വന്നപ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക്കുകളും അത്യാവശ്യം എഫിഷ്യൻ്റ് ആണെന്ന് അറിയാം. ടോർക്ക് കൺവേർട്ടറുകൾക്കും ആ ഒരു ലോക്കൽ ക്ലച്ചൊക്കെ വന്നപ്പോഴും DCTകളും CVTകളും ഒക്കെ എഫിഷ്യൻ്റ് ആണ്. സ്റ്റിൽ ഞാൻ പറയുന്നു മാനുവലിനാണ് കുറച്ചുകൂടി എഫിഷ്യൻസി കൂടുതൽ. ആ ഒരു എഫിഷ്യൻസി കൂടാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലാണ് വണ്ടി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏതൊരു വണ്ടിയേക്കാളും അല്ലെങ്കിൽ ഏതൊരു അതർ മോഡ് ഓഫ് ട്രാൻസ്മിഷനേക്കാളും മാനുവലിന് മൈലേജ് കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ അടുത്തൊരു വീഡിയോയില്ലേ എങ്ങനെ മൈലേജ് കൂടുതൽ കിട്ടാമെന്ന്, അത് ഞാൻ ബട്ടൺ കൊടുക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് റിലയബിലിറ്റി ആണ്. മാനുവൽ ഗിയർ ബോക്സ് എന്താണ് കംപ്ലൈന്റ് ആവുക? ക്ലച്ചാണ് കംപ്ലൈന്റ് ആവുക. ക്ലച്ച് താങ്ങി ഓടിച്ച് അല്ലെങ്കിൽ ക്ലച്ച് കുറേ താങ്ങി ഓടിച്ചാൽ ക്ലച്ച് ഡിസ്ക് പോവും. എന്നാലും മാനുവലിൻ്റെ ക്ലച്ച് ഡിസ്കിന് അത്ര വലിയ വിലയില്ല, നമുക്ക് മാറ്റാം, ബുദ്ധിമുട്ടില്ല ചേഞ്ച് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഞാനിങ്ങനെ കാണുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിലോ റീലിലോ മറ്റോ. അതിനകത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ല, മാനുവലാണ്. ലിവർ ഇല്ല മുകളിൽ, പുള്ളി കൈ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത്രയും ഈസി ആയിട്ട് അത്രയും റിലയബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ട്രാൻസ്മിഷനാണ് മാനുവൽ എന്നുള്ളത് തന്നെയാണ്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് എഫിഷ്യൻസി, രണ്ട് ആ ഒരു റിലയബിലിറ്റി. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ഇപ്പോൾ ഈ വണ്ടിക്ക് 9,89,000 രൂപയോളമാണ് എക്സ്ഷോറൂം പ്രൈസ്. ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലോ അല്ലെങ്കിൽ IMT ആണെങ്കിലോ ഇതിനേക്കാളും എങ്ങനെ പോയാലും ഒരു 10% പ്രൈസ് കൂടുതലായിരിക്കും. 10% അല്ല, നമുക്ക് ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്കുള്ളിൽ കൂടുതലായിരിക്കും. അപ്പോൾ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനിലും കോസ്റ്റ് എഫക്റ്റീവ് കൂടി മാനുവലിനാണെന്ന് പറയാം. വില കുറഞ്ഞ് വാങ്ങാവുന്ന വണ്ടിയാണ്. ബേസ് മോഡലൊക്കെ മാനുവലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വണ്ടിയുടെ ഒരു മോഡലില്ല. ഇപ്പോൾ സോണറ്റിൻ്റെ ഫോർ എക്സാമ്പിൾ ബേസ് മോഡൽ വാങ്ങിയാലും മതിയെങ്കിൽ മാനുവൽ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഡീസലിലൊക്കെ ഇപ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കുകൾ കിട്ടാനില്ല പറഞ്ഞാൽ സോണറ്റിൻ്റെ കാര്യത്തിൽ അതില്ല. സോണറ്റ് പോസിറ്റീവാണ്, ഗുഡ് ജോബ് ചെയ്യാം. അതായത് ഇവർക്ക് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഡീസലിൽ ഇപ്പോൾ XV300 AMT ആണ്, നെക്സോൺ AMT ആണ്. ഡീസലിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. ആ ഓപ്ഷൻസിന് നമുക്ക് കിട്ടുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് AMT ആണ് എന്നുള്ളതാണ്. ഇനി പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ 3-4 പ്രോസ് ഞാൻ പറഞ്ഞു, ഒരു പ്രോസും കൂടി പറഞ്ഞിട്ട് നമുക്ക് കോൺസിലേക്ക് പോവാം. ദോഷങ്ങളും ഗുണങ്ങളുമാണല്ലോ ബേസിക്കലി നമ്മൾ പറയുന്നത്. നമുക്കെപ്പോഴും കാർ എന്ന് പറഞ്ഞാൽ അത് ഒരു മാനുവൽ കാറാണെന്നുള്ള ഫീൽ ഉണ്ട്. മാനുവലാണ് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ചോയ്സ് എന്ന് കണ്ടാൽ മതി.
ഇപ്പോൾ കാലം മാറിയപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ ഇന്ത്യയിലെ പോപ്പുലാരിറ്റിക്ക് ഇപ്പോഴും മാനുവലിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. ഓടിക്കാനുള്ള ഫണ്ട് കാര്യം പറയുമ്പോൾ ഇപ്പോൾ BMW പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ പോർഷ പോലുള്ള കമ്പനികളൊക്കെ തന്നെയും കൂടിയ മോഡൽ സ്പോർട്സ് കാറുകളിൽ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻസിൽ മാനുവൽ ഒരു ഫ്രീ അപ്ഗ്രേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് എന്തൂസിയാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കുന്ന ആളുകളുടെ എന്തൂസിയാസ്റ്റിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് മാനുവലാണ് എന്നുള്ളതും ഒരു കാര്യമായിട്ട് കാണാം. ഇനി മാനുവലിൻ്റെ ദോഷങ്ങളിലേക്ക് വന്നാം. 1-2 ദോഷങ്ങളെ പറയുള്ളൂ, ഒരുപാടൊന്നും പറയില്ല. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ലോങ് എല്ലാം ഓടിക്കുമ്പോൾ ഇത് ടയർസമാണ്. നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ പറയണം, രാവിലെ എടുത്തിട്ട് വണ്ടി ഓടിച്ച് വൈകുന്നേരം വരെ വണ്ടി ഓടിക്കേണ്ട അവസ്ഥ, 24 hours വണ്ടി ഓടിക്കേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ട്രാഫിക്കിൽ കൂടിയാണെങ്കിൽ നമുക്ക് ശരിക്കും മടുക്കും. കാരണം ഈ ക്ലച്ച് ചവിട്ടി നമ്മുടെ അടപ്പ് ഉരുന്നുള്ളതാണ്. ഇപ്പോൾ ഹൈവേയിൽ നമ്മൾ ഒരുപാട് ദൂരം ക്രൂസ് ചെയ്ത് പോകുന്ന കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അത് വലിയ വിഷയമല്ല. 5ാമത്തെ ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകുള്ളൂ. പക്ഷേ സിറ്റി ട്രാഫിക്കിൽ അതല്ലെങ്കിൽ ഒരിത്തിരി ട്രാഫിക് കൂടിയ വഴികളിൽ, ബ്ലോക്കുകളിൽ, അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ശരിക്കും ടയർസമാണ് മാനുവൽ ഡ്രൈവിംഗ് എന്നുള്ളത് മാനുവലിൻ്റെ ആദ്യ ദോഷമാണ്. പിന്നെ ചില വണ്ടികൾക്ക് ക്ലച്ച് ഹെവി ആയിരിക്കും. ക്ലച്ച് ഹെവി ആയി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ശരിക്കും കാല് വേദനിക്കും എന്നുള്ള കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ജീപ്പ് കോമ്പസ് അല്ലെങ്കിൽ ഫോർഡിൻ്റെ വണ്ടികൾക്ക് ക്ലച്ച് കുറച്ച് ഹെവിയാണ്. കുറേ ദൂരം നമ്മൾ ഓടിക്കുക കഴിയുമ്പോൾ അത് കാല് വേദന ആയിട്ട് മാറാറുണ്ട്. അതും ഒരു വലിയ നെഗറ്റീവാണെന്നുള്ളതാണ്. പിന്നെ ഓട്ടോമാറ്റിക്കിനേക്കാളും ഒരു ഇത്തിരി കൂടി സേഫ്റ്റി കുറവാണ് മാനുവലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒന്നല്ല, നമ്മുടെ 2 കൈ എപ്പോഴും സ്റ്റിയറിംഗിലിരിക്കും. ഏതിൽ? ഓട്ടോമാറ്റിക് ആണെങ്കിൽ കുറച്ച് ഹൈ സ്പീഡ് ഓടിക്കുമ്പോൾ നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ഷിഫ്റ്ററിൽ നമ്മൾ കൈ വെക്കേണ്ടതുള്ളതുകൊണ്ട് ആ ഒരു കൈ മാറ്റി വെക്കുന്നതുകൊണ്ടാണ് സേഫ് അല്ല എന്ന് പറയുന്നത്. സേഫ് ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം തിരുവുമുളകുള്ള റോഡുകളിലും ഗാട്ട് സെക്ഷനിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ കൈ വെച്ച് വണ്ടി ഇങ്ങനെ ആ കോർണറിലൊക്കെ കുറച്ച് സ്പീഡിലെടുത്ത് ഓടിച്ച് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി മാനുവലാണ് ഫാസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, ഒരു മിത്താണ് കേട്ടോ. ഓട്ടോമാറ്റിക്കാണ് ഫാസ്റ്റ്. കാരണം ടോപ്പ് നോച്ചായിട്ടുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളെ ഷിഫ്റ്റിങ്ങിൽ തോൽപ്പിക്കാൻ ഒരു മനുഷ്യന് പറ്റുമെന്നുള്ള സംശയം എനിക്ക്. ഫോർ എക്സാമ്പിൾ DCT ആണെങ്കിലും പുതിയ ടോർക്ക് കൺവേർട്ടറുകളാണെങ്കിലും ഒക്കെ ഫാസ്റ്റാണ്. അതുകൊണ്ട് ആ ഒരു ഫാസ്റ്റ് അല്ലാത്ത ഒരു കാര്യം കൂടി നെഗറ്റീവായിട്ട് മാനുവലിൽ കാണാം. മാനുവലിൽ അത്ര വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ അല്ല ഇൻ കമ്പയറിങ് ടു ഓട്ടോമാറ്റിക്. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് IMT AMTകളെ കുറിച്ചാകുമ്പോൾ ദോഷമായിട്ട് കാണണ്ട. IMT AMTകളെക്കാൾ എനിഡേ ബെറ്റർ മാനുവൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ലേണിംഗ് കർവാണ്. അതൊരു കുഴപ്പമായിട്ട് കാണാവുന്ന കാര്യമാണ്. ലേണിംഗ് കർവ് എന്ന് പറയുമ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക് ആണെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ ഒരു ബാലൻസ് കിട്ടിയാൽ ബ്രേക്കും ആക്സിലേറ്ററും വെച്ച് നമുക്ക് തത്തി കളിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ലേഡീസിന് അല്ലെങ്കിൽ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റിയ വണ്ടി ഓട്ടോമാറ്റിക് തന്നെയാണ്. അത് മാനുവലിൻ്റെ ആ ഒരു ലേണിംഗ് കർവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കോൺസായിട്ട് പറയാം. ലേണിംഗ് കർവ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് എന്തൂസിയാസ്റ്റിക് ആണ്, അത് ഫണ്ണാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ പോവാണ്, 60 പോവാണ്, ചവിട്ടി ഒരു ഷിഫ്റ്റ് ചെയ്തു, ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്തു, റൈവ് മാച്ച് ചെയ്തു. ഈ ഫണ്ണൊന്നും ഒരു ഓട്ടോമാറ്റിക്കും കിട്ടില്ല, അത് വേറെ കാര്യം. 4-5 ഗുണങ്ങളും 1-2 ദോഷങ്ങളും ഒക്കെ ഞാൻ ഈ മാനുവലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് മാനുവലിൽ ആകെ തോന്നിയ പ്രശ്നം എന്ന് പറയുന്നത് ലോങ് ഓടിക്കുമ്പോഴുള്ള ഈ ഒരു ഷിഫ്റ്റിംഗ് എടുക്കുന്ന എഫേർട്ടും ക്ലച്ചിൻ്റെ ആ ഒരു ഹെവി ഫീലുമാണ്. പിന്നെ മാനുവലിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ കയറ്റത്തിലൊക്കെ നിർത്തി എടുക്കുമ്പോഴേ പിന്നാക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ക്ലച്ചും ബ്രേക്കും മോഡുലേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരാവശ്യമൊക്കെ ഉണ്ടായിരുന്നു പറയാൻ കാരണം സോൺ2 പോലുള്ള വണ്ടികളിൽ ഇപ്പോൾ ആ ഒരു ഹിൽ ഹോൾ അസ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. എന്നാലും ആ ഒരു കാര്യം കൂടി നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം. പഴയ മാനുവലും ആ ഒരു കാര്യങ്ങളും പറയുമ്പോൾ പുതിയ മാനുവലിന് ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല. പുതിയ മാനുവലിനും ഓട്ടോമാറ്റിക്കിനൊക്കെ തന്നെ ഇപ്പോൾ ആ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് മാനുവൽ ബെറ്റർ എന്ന് ചോദിച്ചാൽ, കുറച്ച് ദോഷങ്ങളും കുറേയധികം ഗുണങ്ങളുമുള്ള ഏറ്റവും പ്രോപ്പറായിട്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്മിഷനാണ് മാനുവൽ എന്നുള്ളതാണ്. വണ്ടി നമ്മുടെ കൺട്രോളിലാണ്. എന്നാലും ഡെയിലി ഡ്രൈവിന് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കാണ് കുറച്ചുകൂടി ബെറ്റർ. അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ IMT അല്ലെങ്കിൽ AMT ഒക്കെ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുഖകരമാക്കുന്നതിലും എന്തൂസിയാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫൺ ഫാക്ടർ ഉള്ള ഒരു ഡ്രൈവാണ് ഇഷ്ടമെങ്കിൽ മാനുവലാണ് എനിയുടെ ബെറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. കിയ സോണറ്റിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പോയിന്റ് A to B നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് റിഫൈൻഡ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. എന്തൂസിയാസ്റ്റിക് അല്ല എന്നുള്ളത് ഈ ഒരു എഞ്ചിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിന് ടർബോയോ അല്ലെങ്കിൽ ഡീസലോ ഒക്കെ സോണറ്റിനുണ്ട്. സോണറ്റ് സവിശേഷതകൾ സമ്പന്നമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി. കാലെടുത്തു, ഡൗൺ ചെയ്തു, ഡ്രൈവ് മാച്ച് ചെയ്തു. നമസ്കാരം.